ഡോക്ടറെ നമസ്കാരം. നമസ്കാരം സർ. എൻ്റെ പേര് ജോഷി. ഞാൻ സുൽത്താൻ ബത്തേരി WMS സ്കൂളിലെ HM ആണ്. അപ്പോൾ പണ്ടൊക്കെ അമ്മ അങ്ങനെ പാളയിൽ കിടത്തി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. നമ്മൾ വലുതായി വരുന്ന സമയത്തും തലയിൽ എണ്ണയൊക്കെ തേക്കുമായിരുന്നു. ഇപ്പോൾ തിരക്കുള്ളൊരു ലൈഫിലേക്ക് മാറിയപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു ഏജിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടുത്തെ കർക്കിടക ചികിത്സയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാവോ? നമസ്കാരം സർ. എൻ്റെ പേര് ഡോക്ടർ അൻസി. 18 വർഷമായിട്ട് ഈ അൻസി ആയുർവേദ ഹെൽത്ത് കെയർ സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം നടത്തിവരാണ്. പച്ചിലക്കാടാണ് ഇതിൻ്റെ സ്ഥാപനം. അപ്പം എനിക്ക് പറയാം, NABH ബന്ധപ്പെട്ടുള്ളൊരിത് പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലെ ആദ്യത്തെ ഹോസ്പിറ്റലാണ് 3 സ്കോപ്പ് ഓഫ് സർവീസസ് ഉള്ള, അതായത് പഞ്ചകർമ്മം, അതുപോലെ തന്നെ ശല്യം അല്ലെന്നുണ്ടെങ്കിൽ സർജറി എന്ന് പറയുന്ന ഒരവസ്ഥ, അതുകൂടാതെ യോഗ നാച്ചുറോപ്പതിയുള്ള ഏക ഹോസ്പിറ്റലാണ് നമ്മുടെ വയനാട്ടിലുള്ളത്. അതായത് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് പണ്ടത്തെ കാലങ്ങളിൽ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്നക്കാലം അല്ലെന്നുണ്ടെങ്കിൽ കഷ്ടകാലം വരുന്നൊരു ടൈം എന്നുള്ള രീതിയിലായിരുന്നു. അതായത് വേനൽക്കാലം മാറി പെട്ടെന്ന് മഴക്കാലം വരുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു അവസ്ഥയിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നതും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മഴക്കാലമായത് കാരണം വരുമാനം തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ അത് പൈസ കുറഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ തേടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും വാതകോപം കൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങൾ ആ സമയങ്ങളിൽ സന്ധിവേദനകളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നൊരു സമയം കൂടി ആയത് കാരണം അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുമായിട്ടായിരുന്നു ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നത്. കർക്കിടക കഞ്ഞി അതിനെ പറ്റിയൊക്കെ സാർ കേട്ടിട്ടുണ്ട്. ആ ഒരു സാധനമൊക്കെ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുക. അതായത് ഞങ്ങളുടെ ഇതിൽ പറയാന്ന് പറഞ്ഞാൽ അഗ്നി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫയർ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് ആ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചികിത്സയായിട്ടാണ് കർക്കിടക ചികിത്സ. പിന്നെ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ചർച്ചയും അതായിരുന്നു. അതായത് ഈ കർക്കിടക ചികിത്സ നമ്മളിപ്പോൾ ഞാൻ ഈ വർഷം എനിക്ക് സമയം കിട്ടി, ഞാൻ വന്നെടുത്തു, അടുത്ത വർഷം ഇതേ സമയത്ത് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ കർക്കശമായിട്ട് എവിടെയും പറയുന്നില്ല. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർഷം ചെയ്തുകൊണ്ട് അടുത്ത വർഷം ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലൊക്കെ എല്ലാ ദിവസവും എല്ലാ മാസങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിനെ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ അവസ്ഥയെ, രോഗാവസ്ഥയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വർഷവും ചെയ്യുന്നത് ഉത്തമമാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഈ മസാജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത മാസത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു പ്രാവശ്യം വീതം ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല. എണ്ണ തേച്ച് കുളി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന രീതിയിലും ഓരോ ഋതുക്കൾക്കനുസരിച്ചുള്ള ചര്യകളും ദിനചര്യ ദിവസവും പാലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ എണ്ണ തേച്ചുള്ള കുളി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ദിവസവും ഒന്ന് എണ്ണ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. എൻ്റെ അച്ചമ്മയ്ക്കുള്ള സമയത്ത് അങ്ങാടി മരുന്ന് വാങ്ങി കോലരക്ക് അങ്ങനെ പലതൊക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ കഞ്ഞി വെക്കും. തീർച്ചയായും അതുപോലെ സൂപ്പ് ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ അതെല്ലാം നിന്നുപോയി. അത് ആരോഗ്യത്തെ ശരിക്കും ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സത്യമാണ്. സാർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം അന്നത്തെ കാലങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പാരാബൻ അല്ലെങ്കിൽ ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്നിട്ടുള്ള സാധനങ്ങളില്ല. അന്നൊന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് കംപ്ലീറ്റ്ലി മാറി. ഇന്ന് ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ വീടിന് ചുറ്റും ഉണ്ടാവുന്ന ഓരോ സാധനങ്ങളും, ഇപ്പോൾ തുമ്പ ആയിക്കോട്ടെ, തുളസി ആയിക്കോട്ടെ, കറ്റാർവാഴ ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ നെല്ലി പോലുള്ള കീഴാർ നെല്ലി പോലുള്ള സാധനങ്ങളായിക്കോട്ടെ, അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ആ ഒരു ഇത് ഇന്നിപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തിരക്കുള്ള ലൈഫിൽ നമുക്ക് അധികം സമയം മാറ്റി വെക്കാനില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കർക്കിടക ചികിത്സ അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ എന്ത് മുതൽ മുടക്ക് വരും? എൻ്റെ സാമ്പത്തിക കോസ്റ്റ് വരുന്നത് നമുക്കിപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1999 രൂപയ്ക്ക്, അതായത് ഒരു വ്യക്തി വന്ന് ചികിത്സ തേടുകയാണെന്നുണ്ടെങ്കിൽ അഭ്യംഗം, അതുപോലെ തന്നെ സ്റ്റീം ബാത്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി 3 നേരത്തെ ഭക്ഷണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദിവസത്തേക്ക് നമ്മൾ 1999 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ വന്നു പോയി ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം രാവിലെ വന്നു അവർക്ക് ആ ചികിത്സ കഴിഞ്ഞ് പോകണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 1199 രൂപയ്ക്കും നമ്മൾ ഈ ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 1199 രൂപേൻ്റെ പാക്കേജിൽ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അടക്കം ഡോക്ടർ എന്നിട്ട് തീരുമാനിക്കുക എന്ത് ചികിത്സയാണ് കൊടുക്കേണ്ടത്. അത് കംപ്ലീറ്റ്ലി ഒരു കസ്റ്റമൈസ്ഡ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ടൈലർ ഫിറ്റ് എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം
ആ അവസ്ഥ, ആ വ്യക്തിയുടെ അവസ്ഥ എന്താണോ, രോഗാവസ്ഥയുണ്ടോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ മസാജ് അതുപോലെ കിഴി ഉണ്ടാവില്ല, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും. അത് അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ചികിത്സ നിർദ്ദേശിക്കുക. ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് പറ്റില്ല. ഇപ്പോൾ പ്രമേഹ രോഗിയായിട്ടുള്ള ഒരാൾ, വളരെയധികം പ്രമേഹം കൂടുതലുള്ള ഒരാൾ വന്നിട്ട് എനിക്ക് ഒഴിയണം എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണോ അതിനുത്തമമായിട്ടുള്ള ചികിത്സയായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഡോക്ടറെ, ന്യൂറോ സംബന്ധമായ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ ഇവിടെ എങ്ങനെ ചെയ്യുന്നത്? ന്യൂറോ കണ്ടീഷൻസ് ആയിട്ടുള്ള പക്ഷാഘാതം, അർദ്ധിതം, അതുപോലെ തന്നെ ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ പോലുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മളിപ്പം അറ്റ് പ്രസൻറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ചികിത്സയും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർ. എല്ലാ തരത്തിലുള്ള അസുഖങ്ങളുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ ഏറെ പ്രയാസമാണ് നമ്മുടെ ആരോഗ്യം. അതുകൊണ്ട് നിലവിലുള്ള ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ മനസ്സിടിയാതെ, മസിലിടിയാതെ കാത്തു സൂക്ഷിക്കാം. ഇപ്പോൾ കർക്കിടക മാസമൊക്കെയാണ് വരുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം മാറ്റിവെക്കൂ. 1199 രൂപയ്ക്ക് നമ്മുടെ ഡോക്ടറെ വന്ന് കാണാം. ഒരു ദിവസം നമുക്ക് മസാജും കിഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാം.